ഞങ്ങളങ്ങനെ ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് വെള്ളരി പറിക്കുക കേട്ടോ. വെള്ളരിയൊക്കെ നല്ല വിളവാണ്. ഇത് ഞങ്ങൾ 45-ാം ദിവസമായിട്ടാണ് പറിക്കണത്. വിളവ് 45 ദിവസത്തിനുള്ളിൽ നമുക്ക് പറിക്കാം. ഇവിടെ ഒന്നും കൂടെ ഉണ്ട്. അങ്ങനെ ഒരു 10-15 കിലോ വെള്ളരിക്ക് ഞങ്ങൾക്ക് ഇന്ന് ഓർഡർ ഉണ്ട്. അപ്പോൾ അത് പറിക്കുകയാണ്. രവിയേട്ടനാണ് പറിക്കണത്. ഇതേപോട്ടെ രവിയേട്ടൻ. അപ്പോൾ ഇത് വെള്ളരി ഒരുവിധം മൂപ്പാകുമ്പോഴത്തേന് പറിച്ചാലേ നമുക്ക് അടുത്ത വെള്ളരിയും കൂടെ വലുതാകുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ കളറാകുമ്പോൾ തന്നെ ഞങ്ങൾ വെള്ളരി പറിക്കണത്. വെള്ളരി വിഷുവിൻ്റെ സീസണിലൊക്കെ ആണെങ്കിൽ നല്ല വില നമുക്ക് കിട്ടീനി. ഇതിലിപ്പോൾ ഇതിവിടെ കരുക്കച്ച് ഇതാ ഒന്നതാ പറിച്ചാളി. അങ്ങനെ ഒരു പിടക്കാരൊരു 10-15 കിലോ ഞങ്ങളോട് ചോദിക്കണം. അപ്പോൾ അവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വില അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. അത് പറിക്കണം, അത് പറിക്കല്ലേ. ഈ കളറായാൽ വെള്ളരിക്ക് ഈ കളറായാലും നമുക്ക് പറിക്കാം. അധികം കളർ കൂടിയാണെന്ന് വെച്ചാൽ വെള്ളരി അത് അവിടെ നിന്നോട്ടെ, അത് കടന്ന് പറ്റില്ല. അത് ഞങ്ങൾ ഡാമേജൊന്നും ഞങ്ങൾ കടയിൽ കൊടുക്കലില്ല. ഈ ഇങ്ങനെ ഏറ്റവും നല്ല വെള്ളരി നോക്കിയിട്ടേ കൊടുക്കാറുള്ളൂ. ഡെയിലി വെള്ളരി എന്നും വൈകുന്നേരം ഞങ്ങൾ നനയ്ക്കും. ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് വെള്ളരി പറിക്കാൻ. ഇതിലുണ്ട് 2 വെള്ളരി പറിക്കാൻ. അടുത്തത് കായ് 2 എണ്ണമല്ല 3 എണ്ണം. കായ്ക്കണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വെള്ളരി പറിക്കണം, നല്ലതിങ്ങനെ കായ്ക്കുള്ളൂ. ഇത് വിഷുവിൻ്റെ സീസണിലൊക്കെ ആണെങ്കിൽ നല്ല വില കിട്ടീനി. ഇപ്പോൾ വിഷുവല്ല, എല്ലാത്തിനുള്ളൊരു പ്രശ്നമുണ്ട്. വിഷു അവിടെ നോട്ടോ എന്തായിക്കോട്ടെ. ഇത് നമുക്ക് അടുത്തതിൽ പറിക്കാം. അതായിട്ടില്ല. ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് പല കൃഷി ഇവിടെ ഉണ്ട്. ഇതങ്ങോട്ട് വരിക അല്ല, ഇതാ ഇവിടുന്ന് ഇത് പറിക്കാം, ഇതിൽ പറിക്കാണ്ട്. ഇവിടെ ഞങ്ങൾ ചിരങ്ങ ഉണ്ടാക്കിയാണ്, വത്തൊക്കെ ഉണ്ടാക്കിയാണ്, പയറുണ്ട്, കണിവെള്ളരി ഉണ്ട്. കണിവെള്ളരിയൊക്കെ ഞങ്ങളൊരു ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. അത് പറിച്ചോളി. മതി. അത് പറിച്ചോളി. വെള്ളരിക്ക നല്ല കളറായി തുടങ്ങി. ഇത് പറിക്കി. ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ നല്ല സഹകരണമാണ്. അവരൊക്കെ വാങ്ങും. അപ്പോൾ നമുക്ക് ചെറിയൊരു പൈസയും കൊണ്ട് നമുക്ക് ലാഭം കിട്ടും. അതൊക്കെ അതിൻ്റെ ഗുണം. അവിടെ നിന്നിട്ട് നമുക്ക് ഒന്നിച്ചെടുക്കാം. ഇനി ഈ തടത്തിലേക്ക് വരിക. ഇതിലും ഇതൊക്കെയാണ് വെള്ളരി പറിക്കുക. ഇതിലും ഞങ്ങൾക്കൊരു 3-4 വെള്ളരി പറിക്കാണ്ട്. ഇതൊക്കെയാണ് അല്ല അതിലപ്പുറത്തല്ല. അത് പറിച്ചോളി. അതിൻ്റെ അടുത്താ കയ്യിൻ്റെ അടുത്താക്കണം. ഇത് രണ്ടും പറിച്ചോളി. വെള്ളരി പറിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കായ വരും. ഉള്ള കായ പെട്ടെന്ന് വലുതാകുമ്പോൾ ഓവർ വലുതാകാൻ വെച്ചാൽ അത് നമുക്ക് ക്ഷീണമാണ്. അതുകൊണ്ടാണ് വെള്ളരി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറിക്കണത്. ഇവിടെ കയ്യിൻ്റെ അടുത്താക്കണം. കയ്യിൻ്റെ അടുത്ത് അതല്ല നിങ്ങളെ കയ്യിൻ്റെ അടുത്താക്കണം. പറിച്ചാൽ അതാക്കണം. നിങ്ങളെ കാലിൻ്റെ ബാക്കിലാണ് ആക്കണം.